ഹായ് ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഹണ്ടിങ്ങിനാക്കി ഇറങ്ങിയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. നല്ല നേരം വെളുത്തിങ്ങനെ വരിക. നമ്മളപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് പരിപാടി തുടങ്ങാം. എല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് നല്ല സെറ്റായിട്ട് ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിഷ് ഓൺ ചെറുമീനാണ് ഗൈസ്. ചെറുമീൻ അടിച്ചിരിക്കുന്നു. ഹഡി സൈസ് ചെറുമീൻ. വാ, ഹഡിപ്പ ചെറുമീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത അടിയാണ് ഗൈസ്. അത് നല്ല ഫൈറ്റാണ്. നല്ല ഹെവി ചെറുമീനാണ്. രക്ഷയില്ലാത്ത ഫൈറ്റ് ആയിരിക്കുന്നുണ്ടായി. അടി കിഡു സാധനം. വാവ്, കണ്ട ഹെവി സാധനം. ഹെവി സൈസ് ചെറുമീനാണ് കേട്ടോ ഗൈസ്. അടി അടിപൊളി അടി. ഒന്നും പറയാനില്ല. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾട്ട് എന്ന് പറയുന്ന ഫ്രോഗാണ്. ഒന്നും പറയാനുള്ളൊരു ഹെവി സൈസ് ചെറുമീനാണേ. ഉണ്ടോ? വാ, സൂപ്പർ തകർപ്പൻ സാധനം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമുക്കിവിടെ ചെറാനടിക്കണേ. തകർപ്പൻ ചെറുമീനാണ്. ഉണ്ടോ? ഹുക്കായിട്ടുണ്ട്. ഒരു 1.5 കിലോ മേലുണ്ട് ചെറിയ. ഉണ്ടോ? ഒരു 1.5 കിലോ മേലുണ്ട്. ഉണ്ടോ? സൈസാണ്. ഡാ, അപ്പോൾ നമുക്കതിനെ റിലീസ് ചെയ്യാം. എൻ്റെ അടുത്തതിലേക്ക്. നമ്മുടെ തുടക്കം കുഴപ്പമില്ല. അനിയനും കിട്ടിയിട്ടുണ്ട്, അവനും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കിടക്കണുണ്ട്. അതെ, അവനടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 1 kg സൈസാണ് കേട്ടോ. അതൊരു 1 kg സൈസാണ്. ഉണ്ടോ? അതൊരു 1 kg സൈസ് ചെറുമീൻ. നീളമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും വണ്ണയില്ല. ഈ വണ്ണക്കുറവ്. അല്ലേ? അടി തുടക്കം ഏതായാലും പൊളിച്ച്, രണ്ടും പൊളിച്ച്. അല്ലേ? അടി പൊളി. നമുക്ക് മീൻ എന്താ വാങ്ങിക്കാൻ്റെ ഹെഡ് സൈസാണ്. നോക്കി എന്താ നല്ല കളറുള്ള ചെറിയ. നമുക്ക് അടുത്ത നോക്കാം. ഇതാണ് അനിയൻ അടിച്ചത്. അത് 1 കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ ഏകദേശം. കാരണം പറയാം, ഇച്ചിരി വണ്ണക്കുറവുണ്ട് ഏകദേശം. കണ്ടോ, ഇച്ചിരി വണ്ണക്കുറവുണ്ട്. 1 kg സൈസാണ്. കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് ഇതാണ്. റിയൽ വാരിയലിൻ്റെ ബോൾട്ട് എന്ന് പറയുന്ന ഫ്രോഗാണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. റിയൽ വാരിയറുടെ ബോൾട്ട് നല്ല അടിപ്പം ഫ്രോഗാണ്. രക്ഷയില്ലാത്ത ഫ്രോഗ്. നല്ല ആക്ഷനും ഉണ്ട്. ഫ്ലോട്ട് ആയിട്ട് നല്ലോണം പൊങ്ങിക്കിടന്ന് നല്ല ആക്ഷനോടുകൂടി വരുന്ന ഫ്രോഗ്. നമുക്ക് അടുത്ത കാസ്റ്റിംഗ് ചെയ്യാം. അപ്പുറത്തൊരു വരാൻ നിൽപ്പുണ്ട്. തോന്നില്ലല്ലോ.
ഓ നമ്മൾ പറഞ്ഞ വരാലെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു, പക്ഷെ അടി കൊണ്ടില്ല. ഓ ഒരെണ്ണം കയറി. നാടൻ വരാൽ അടിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ. നാടൻ വരാൽ നമുക്ക് അടിച്ച് കയറിയിരിക്കുക. അത് അത്യാവശ്യം നല്ല ഹുക്കപ്പാണ്. ഓവർ സൈസുള്ളതൊന്നുമല്ല, ഒരു 200-250 റേഞ്ച് സൈസ് വരാല. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുകയാണ്, കാരണം നമുക്കൊരു ടീമിന് ഓർഡറുണ്ട് എടുക്കാം. എന്നെ കൊണ്ട് നമ്മളിട്ട് നമ്മളിപ്പം അടുത്ത കാസ്റ്റിങ്ങിനായിട്ട് ഫ്രോഗൊക്കെ സെറ്റ് ചെയ്യും. ഗൈസ് നമ്മൾ പൗസിലിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വരാൽ കയറി അടിച്ച് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെ, നമുക്കിപ്പോൾ അടിച്ച വരാല കാണോ, ഉണ്ടോ? അപ്പോൾ നമ്മുടെ റിയൽ വാറിയറിൻ്റെ ബോട്ടിൽ അടുത്ത നാടൻ. ഗൈസ് നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്കൊരു വരാലടിച്ചു ഗൈസ്. നമുക്ക് വരാലടിച്ച് അതുകൂടെ കൊല്ലിയിട്ട് നല്ലൊരു സ്ട്രൈക്ക് ചെയ്തു ഗൈസ്, പക്ഷേ കൊണ്ടില്ല. നമ്മുടെ പോയ പോക്ക് കണ്ടോ, അതിനകത്ത് വരെയും പോയി, നല്ല ലോങ്ങിന് പോയി. നമുക്ക് അടുത്തടുത്തേക്ക് പോവാം ഗൈസ്. നമുക്ക് കിട്ടിയ മീൻ ഇവിടെ ഉണ്ട്. ഇന്ന് അടിപ്പൻ അടിയായിരുന്നു. മിക്ക സ്ട്രൈക്കും വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം പോസ് ചെയ്ത് വെറുതെ എറിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കയറി സ്ട്രൈക്ക് ചെയ്യണത്. കാരണം മിക്കതും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 വലിയ ചേറാൻ രാവിലെ കിട്ടി കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എത്ര വരാൽ കിട്ടി നോക്കാം. വരാൽ നമ്മൾ ബക്കറ്റിനകത്തേക്ക് ഇട്ട് ആണ് കൊണ്ടുപോകണം, കാരണം ചത്ത് പോകും. ജഹാ വേണം നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ. ചത്ത് പോകണ കാരണം വരാലിനെ മൊത്തം പെറുക്കി ബക്കറ്റിലേക്ക് ഇടാൻ നോക്കാം. ഫസ്റ്റ് വരാലേ കണ്ടല്ലോ, അതിന് വെള്ളത്തിലേക്ക് ഇട്ട് സെക്കൻഡ് വരാല്. തേർഡ് വരാല്. ഫോർത്ത് വരാല്. ഫൈവ് വരാല്. ചാടി അടുത്ത് ചാടി 5 വരാലായി. 5 വരാല്. 6 വരാല്. 7 വരാല്. നമുക്ക് മൊത്തം 7 നാടൻ വരാൽ കിട്ടുന്നുണ്ട്. 7 നാടൻ വരാൽ കിട്ടി നമുക്ക്. ഇപ്പോൾ നമ്മൾ ഈ ബക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാധനം ചത്തു പോകും.
7 നാടൻ വരാലും 2 ചേറാനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേറാൻ ഇടാൻ ഒരു കവർ കൊണ്ടുപോകുന്നുണ്ട്. ആ കവറിലേക്ക് ചേറാൻ എടുക്കുന്നു. ഈ കവറിലേക്കാണ് ചേറാൻ എടുക്കുന്നത്. 7 നാടൻ വരാലും ഒരു ചേറാനും കയറിയിട്ടുണ്ട്. അല്ല ഒരല്ല 2 ചേറാൻ സൈസ് ചേറാൻ. നമ്മൾ ഒരാൾ ചാടുന്നു. സൈസ് ചേറാന്മാരാണ്. ഇതുണ്ടാ അതുണ്ടാ കൈ പിടിച്ചിട്ട് ഒതുങ്ങാത്ത സൈസ്. നീ നമ്മളെ ചേറാൻ ഉണ്ടാ സൈസ് ചേറാന്മാരാണ്. ഒരുത്തം ചത്തിരിക്കുന്നു. കാരണം നമുക്ക് ഈ വല എടുത്തിട്ട് വേണം. നമുക്ക് ഇതിന് ജീവനുണ്ട്, ഒരുത്തന് ജീവനുണ്ട്, ഒരെണ്ണം ചത്തുപോയി. അപ്പോൾ നമുക്ക് ഇതിനെ കൂടി കവറിൽ കയറ്റിയിട്ട് ഇതിനെ എത്ര നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇവൻ അന്നേരം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഉണ്ടല്ലോ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, ചാടും. അപ്പോൾ അവനെ വേണ്ടിയിട്ട് നമുക്ക് കൊല്ലിയെടുത്ത് കെട്ടണം. കൊല്ലിയിട്ട് വേണം ബക്കറ്റ് കെട്ടാൻ. ബക്കറ്റ് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ രീതിയിലാക്കി കൊല്ലിയിട്ട് കെട്ടി. അല്ലെങ്കിൽ നമ്മൾ വരാലൊക്കെ ചാടും. അല്ലേ ചാട്ടം തുടങ്ങിയാണ്ട് വരാലൊക്കെ ചാട്ടം തുടങ്ങി, വരാൽ ചാട്ടം തുടങ്ങി. ഗൈസ് അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ ഒതുക്കി തിരിച്ചിറങ്ങാൻ പോകണം കേട്ടോ. നമുക്കൊരു പിന്നെ ഒരു 4 വരാലും കൂടി കിട്ടിയായിരുന്നു. മൊത്തം 11 വരാൽ കിട്ടി. 11 വരാലും 2 ചേറുമീനും. അങ്ങനെ നടന്നും വെയിലും കൊണ്ട് വിഷമിച്ച് 2 പേരും തളർന്ന് കുത്തിയിരിക്കുവാണ് വെള്ളം വരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ നമ്മുടെ ചേട്ടൻ അക്കരയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണ്. കാണാം. ബൈ ബൈ.